50 വർഷം മുൻപ് ആന്ധ്രയിലെ ഒരു കച്ചവടക്കാരന് നൽകാനുണ്ടായിരുന്ന 93 രൂപയുടെ കടബാധ്യത തീർത്ത സന്തോഷത്തിലാണ് മലപ്പുറം വെളിമുക്ക് സ്വദേശി CP അബ്ദുള്ള. ആന്ധ്രയിലെത്തി കടം നൽകിയ വ്യക്തിയുടെ കുടുംബത്തെ കണ്ടെത്തിയാണ് ഇന്നത്തെ മൂല്യം വരുന്ന പണം അബ്ദുള്ള കൈമാറിയത്. കൊടുക്കണം പല കാലങ്ങൾക്കും ഉണ്ട്. കൂടുതൽ പ്രയാസപ്പെട്ടിരിക്കുന്നത് മനസ്സിന് ഇല്ലാത്തൊരു പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1970 അവസാനത്തിൽ ആന്ധ്രയിലെ കർണൂലിൽ ഹോട്ടൽ നടത്തിയിരുന്ന അബ്ദുള്ള സമീപത്തെ പലചരക്കുകാരനായ ഇബ്രാഹിമിയക്ക് നൽകാനുണ്ടായിരുന്നതാണ് 93 രൂപ. പിന്നീട് ഹോട്ടൽ നിർത്തി അബ്ദുള്ളക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. പണമില്ലാത്തതിനാൽ കടബാധ്യത തീർക്കാനായില്ല. നാട്ടിലെത്തിയ അബ്ദുള്ള മറ്റു ബിസിനസ്സിലേക്ക് കടന്നു. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കടബാധ്യത ഓർമ്മയിൽ വന്നത്. പിന്നാലെ പലതവണ കടം നൽകാനുള്ള വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് അവിടെ പോയി അന്വേഷിക്കാമെന്നായി. 2 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ആ പഴയ കച്ചവടക്കാരന്റെ പേരമകനെ കണ്ടെത്തി. കാര്യമറിഞ്ഞപ്പോൾ അവർക്കും അമ്പരപ്പ്. ആദ്യം പണം വാങ്ങാൻ ഇബ്രാഹിമിയയുടെ കുടുംബം തയ്യാറായില്ല. പിന്നീട് യാത്രയുടെ ഉദ്ദേശം അറിയിച്ചപ്പോഴാണ് പണം വാങ്ങാൻ അവർ തയ്യാറായത്. തന്നവരൊന്നുമില്ല, അവർക്ക് പരിചയം വഹിക്കുന്നത്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ആയിട്ടുള്ള അവരാണ് നമ്മളെ ഈ സംഭവം തീർക്കാനുണ്ടായത്. പൈസ ആണെങ്കിൽ വന്നതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട്. വന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇത്ര ദൂരത്ത് വന്ന് ഇത് കടം വീട്ടാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് സ്വീകരിക്കുന്ന വേണം. അങ്ങനെ അവർ സ്വീകരിച്ച് നിർബന്ധം പിടിച്ചപ്പോഴാണ് ഒരു സ്വീകരിച്ച് എല്ലാം സ്വീകരിക്കാൻ തയ്യാറ് ചെയ്യും. ഒരാഴ്ച മുമ്പാണ് അബ്ദുള്ള ഈ കടത്തെക്കുറിച്ച് നാട്ടുകാരനായ ഷെഫീഖ് പാണക്കാടിനോട് പറയുന്നത്. ഷെഫീഖാണ് ആന്ധ്രയിൽ പോയി അന്വേഷിക്കാമെന്ന് അറിയിച്ചത്. പിന്നീട് അബ്ദുള്ളയും ഷെഫീഖും ഉൾപ്പെടെ 4 പേർ ആന്ധ്രയിലേക്ക് വണ്ടി കയറി. 93 രൂപ വീട്ടാൻ കഴിയാതെ ഞാൻ കബറ് കിടക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വാക്ക് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞോടുകൂടി നമുക്ക് ഒരു ചെറിയൊരു ഉത്തരവാദിത്തം കയറി. അപ്പോൾ നമ്മൾ എല്ലാവരോടും പറഞ്ഞു നമ്മൾ പോയി നേരിട്ട് കൊടുക്കുക എന്നുള്ളത്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ആ കടം വീട്ടിയ സന്തോഷത്തിലാണ് അബ്ദുള്ള. ജീവകാരുണ്യ രംഗത്ത് സജീവമായ അബ്ദുള്ള CP മാർബിൾസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ചെയർമാനുമാണ്. മീഡിയ 1 തിരൂർ.